പത്തനംതിട്ടയിലെ മർദ്ദനക്കേസിൽ സർവത്ര ദുരൂഹതയാണ്. ആഭിചാരം മാത്രമാണോ മോഷണമടക്കമുള്ള മറ്റെന്തെങ്കിലും ലക്ഷ്യം പ്രതികൾക്കുണ്ടായിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നാട്ടുകാർക്കും പ്രതികളെക്കുറിച്ച് പറയാനുള്ളത് വിചിത്രമായ കാര്യങ്ങളാണ്. സംസാരിച്ചോണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് ഒരു പെപ്പർ സ്പ്രേയും വേറെന്തോ എടുത്ത് മുഖത്തടിച്ച് അവർ പ്രതീക്ഷിക്കുന്ന സമയത്തിനുള്ളിൽ കൈ കെട്ടി കയറെ കെട്ടി തൂക്കിയവര്. ജയേഷിൽ നിന്നും ഭാര്യ രശ്മിയിൽ നിന്നും യുവാവിനേറ്റ ക്രൂരപീഡനങ്ങളിൽ ചിലത് മാത്രമാണ് കേട്ടത്. പത്തനംതിട്ട കോഴിപ്രം പഞ്ചായത്തിലെ 4-ാം വാർഡിലുള്ള ഈ വീട്ടിലാണ് ക്രൂരപീഡനങ്ങൾ അത്രയും നടന്നത്. ഇരുവരുടെയും വിചിത്ര പെരുമാറ്റം ഇരകളെ മാത്രമല്ല പോലീസിനെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. ആഭിചാരമാണോ സൈക്കോ ക്രിമിനലുകളാണോ എന്നാണ് ഇനി ഉറപ്പിക്കേണ്ടത്. മോഷണത്തിനായിരുന്നു ക്രൂരതയെന്നും സംശയിക്കുന്നുണ്ട്. നാട്ടുകാർക്കും ഇരുവരെയും കുറിച്ച് പറയാനുള്ളത് ദുരൂഹമായ കാര്യങ്ങൾ മാത്രം. അങ്ങനൊന്നും വരത്തുമില്ല, അവളും വരത്തില്ല, കുഞ്ഞുങ്ങളെയും വിടത്തില്ല, ഞങ്ങളോട് സംസാരിക്കത്തുമില്ല. നേരെ പുള്ളിക്കാരി കുഞ്ഞുങ്ങളെ കൊണ്ട് സ്കൂളിൽ വിടും, അതുപോലെ നേരെ ഇഞ്ഞു പോരും, ആരോടും മിണ്ടത്തില്ല. വീട്ടിൽ നിന്ന് കണ്ടെത്തിയതും വിചിത്ര വസ്തുക്കൾ. പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്നായിരുന്നു ഭീഷണി. നാണക്കേട് ഭയന്ന് മർദ്ദനം നേരിട്ടവർ ദുരനുഭവങ്ങൾ പുറത്തു പറയാനും വൈകി. എന്നാൽ യുവാവിനെ പൂട്ടാൻ ജയേഷ് ഒരുക്കിയ കെണിയാണോ ഇതെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ദുരൂഹതയുണർത്തുന്ന ഈ സംഭവത്തിൽ ഇനിയും ഒട്ടേറെ ട്വിസ്റ്റുകൾക്ക് സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.